അങ്ങനെ നമ്മുടെ ദേവുവിൻ്റെ അമ്മ ദേവുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അരുണിനെ മറന്നേക്ക്, ഇനി സച്ചി ഏത് ചെക്കനെ കൊണ്ടുവരുന്നു ആ ചെക്കനെ ആയിരിക്കും നീ കല്യാണം കഴിക്കുക, അല്ലാതെ ഇനി ഞാൻ ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനില്ല എന്ന് പറയുന്നുണ്ട്. രേവതി കുറേ തടയുന്നുണ്ട്, പക്ഷേ രേവതിയോടും അമ്മ ദേഷ്യപ്പെട്ടിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ അരുണിൻ്റെ അമ്മ അരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുൺ ചോദിക്കുന്നത് എന്തായമ്മേ പോയിട്ട് എന്ന് പറയുന്നുണ്ട്. സച്ചിയാണ് ആ വീട്ടിലെ എല്ലാം, സച്ചി സമ്മതിക്കാതെ ആ വീട്ടിൽ കല്യാണം നടക്കില്ല എന്നാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുൺ പറയുന്നുണ്ട്, അവൻ ആരാ തീരുമാനം എടുക്കുക, അവൻ്റെ സമ്മതമൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്തായാലും ദേവുവിനെ കല്യാണം കഴിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക് ആ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അരുണിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രേവതി വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാത്രി നമ്മുടെ സച്ചി ആണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ദേവുവാണ് അരുണിനെ പ്രേമിക്കുന്നത്, അവളാണ് ശരിക്കും എന്നോട് കള്ളത്തരങ്ങളൊക്കെ പറയേണ്ടത്, പക്ഷെ അവൾ എന്നോട് എല്ലാ സത്യങ്ങളും പറയേണ്ടത്, നീയാണ് എന്നോട് മുഴുവനെ ഒളിപ്പിച്ച് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ രേവതി ആണെങ്കിൽ നമ്മുടെ സച്ചി എല്ലാം മനസ്സിലാക്കിയെന്ന് വിചാരിച്ചിട്ട് ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.